ആദിമ സഭയുടെ പശ്ചാത്തലത്തിൽ യഹൂദ പാരമ്പര്യമൊക്കെ അനുസരിച്ച് ഈ രോഗങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശാപങ്ങളായിട്ടാണ് അവർ കൊണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു തിരുവചന ഭാഗം നോക്കിക്കാണാനായിട്ട്. ഇവിടെ ഈശോ തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി എന്നാണ് വചനം പറയുന്നത്. എവിടെയോ ആയിരുന്ന കർത്താവ് സ്വന്തം ഗ്രാമത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുകയാണ്. തളർവാദ രോഗിക്ക് കർത്താവ് കൊടുക്കുന്ന ആദ്യം ധൈര്യമാണ്. അപ്പൊ ഇങ്ങനെ ധൈര്യം കൊടുത്തു കഴിഞ്ഞ് കർത്താവ് പിന്നീട് ആദ്യമായിട്ട് പറയുവാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കുമ്പസാരം എന്ന കൂദാശ ആരംഭിച്ചു നമുക്ക് വേണമെങ്കിൽ പറയാം സ്ലീഹന്മാരുടെ ആ ഒരു കാലഘട്ടത്തിൽ ആരംഭിച്ചു എന്ന് നമ്മൾ പറയാം. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ അവരോട് ബന്ധിക്കപ്പെട്ടിരിക്കും. അവർക്ക് അധികാരം കൊടുക്കുന്നതിന് തൊട്ട് മുമ്പേ തന്നെ ആളുകളുടെ പാപങ്ങൾ ക്ഷമിക്കാൻ തുടങ്ങി. ആദ്യം കുമ്പസാരിപ്പിച്ചത് ആരാണ്? ഈശോ തന്നെയാണ് ആദ്യം കുമ്പസാരിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് കുമ്പസാരം എന്ന കൂദാശ കർത്താവ് ആരംഭിക്കുമ്പോൾ തന്നെ പറയുകയാണ്, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിൽ പാപങ്ങൾ ക്ഷമിക്കാൻ ആർക്കും അധികാരമില്ല. മറ്റൊരാൾക്കും പാപം ക്ഷമിക്കാൻ കഴിയില്ല. വേറെ ഏത് നന്മ പ്രവൃത്തി ചെയ്യാനും പറ്റും, വേറെ ഏത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുന്നത് ആർക്കാണ്? ദൈവത്തിന് മാത്രമാണ്. അപ്പൊ ഇവിടെ ഈശോ പാപങ്ങൾ ക്ഷമിച്ചു എന്ന ഒരു കാര്യം പറയുമ്പോ അവിടെ നിയമജ്ഞര് പറയുകയാണ്, നിയമത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ചില ആളുകൾ പറയുകയാണ്, ഇവൻ ദൈവദൂഷണമാണ് ചെയ്യുന്നത് എന്ന് അവർ പറയുകയാണ്. പലപ്പോഴും കുമ്പസാരത്തെ കുറിച്ച് ഇങ്ങനെ പല വാദഗതികൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാം. മറ്റുള്ളവർ പറയാം, പാപം ക്ഷമിക്കുവോ? ഒരു വൈദികനോട് ഏറ്റു പറഞ്ഞാൽ പാപം ക്ഷമിക്കുവോ? ക്ഷമിക്കുകയില്ലയോ? അപ്പൊ കുമ്പസാരം എന്ന വിവാദങ്ങളുടെ ഒരു വിഷയമായി പലപ്പോഴും നമ്മുടെ മുൻപിലൊക്കെ നിലകൊള്ളാം. ഇവിടെ ധൈര്യപൂർവ്വം ഈ വചനം നമ്മളോട് പറയുകയാണ്, ഈശോ ആരംഭിച്ച ഈ ഒരു കൂദാശയിൽ ഈശോ തന്നെയാണ് പാപങ്ങൾ ക്ഷമിക്കുന്നത്. അപ്പൊ കേട്ട് നിൽക്കുന്നവർക്ക് ചിലപ്പം അസ്വസ്ഥത ഉണ്ടാകാം. ചിലപ്പോൾ ഒരു വ്യക്തി കുമ്പസാരിക്കാനായിട്ട് 1 മണിക്കൂർ എടുക്കാം, 1.5 മണിക്കൂർ എടുക്കാം, 2 മണിക്കൂർ എടുക്കാം. ഇത് മറ്റുള്ളവർക്ക് കണ്ടു നിൽക്കുന്ന മറ്റുള്ളവർ എന്താണ് ഇത്രയും സമയം എടുക്കുന്നത്? ഇത്രയേറെ പാപങ്ങളുണ്ടോ? ഇത്രമാത്രം എന്തായിരിക്കും അച്ഛനോട് പറയാനുള്ളത്? ഇത് മാനുഷികമായി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉയർന്നു വരുന്ന വിചാരങ്ങളാണ്. ഇതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യത്തിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ? പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇങ്ങനെ കുറെ നേരം ഈ വ്യക്തിയോട് ഈശോ സംസാരിച്ചു കൊണ്ട് നിന്നുകൊണ്ടാണ് നിയമജ്ഞര് പരസ്പരം ചോദിക്കുകയാണ്, ഇവൻ ദൈവദൂഷണമാണ് ഇവൻ കാണിക്കുന്നത്, ഇവന്റെ ഹൃദയത്തിൽ ദൈവദൂഷണമാണ്, ഇവൻ ദൈവത്തിന് എതിരാണ്. ദൈവത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് അവൻ ചെയ്യുന്നത് തെറ്റാണ്. അപ്പൊ ഇങ്ങനെ വാദഗതികൾ ഉന്നയിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. കുമ്പസാരത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് കുമ്പസാരം തെറ്റാണെന്ന് പറയുന്നവരുണ്ട്. കുർബാനയെ ചൂണ്ടിക്കാണിച്ചിട്ട് കുർബാനയെ തെറ്റാണെന്ന് പറയുന്നുണ്ട്. വൈദികരെ ചൂണ്ടിക്കാണിച്ചിട്ട് വൈദികര് ശരിയല്ല എന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള വാദങ്ങൾ നമുക്ക് കേൾക്കുമ്പോഴും ഈശോയ്ക്ക് നമ്മളോട് പറയാനുള്ളത്, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കും എന്നാണ്. അപ്പൊ ഈശോ അവരോട് ചോദിക്കുന്നുണ്ട്, അവരുടെ വിചാരങ്ങൾ കർത്താവ് ഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ഈശോ അവനോട് സംസാരിച്ചു നിൽക്കുന്ന സമയത്ത്, അവനുമായിട്ട് സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് ഇവർ പറയുന്ന കാര്യങ്ങൾ കർത്താവ് ഗ്രഹിക്കുകയാണ്. കർത്താവ് ഗ്രഹിച്ചിട്ട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്തിന്? അപ്പൊ കുമ്പസാരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈശോ അത്രമാത്രം വളരെ കൃത്യമായും വളരെ ലാഘവത്തോടെയും അല്ല എടുക്കുന്നത്. കുമ്പസാരത്തെ ആരെങ്കിലും അവഹേളിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അതിനെതിരായി പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിനെതിരെ കർത്താവിന്റെ ആ ഒരു ചിന്ത എന്താണ്? നിങ്ങൾ ഹൃദയത്തിൽ തിന്മയാണ് നിരൂപിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. വലതുകരത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുകരത്ത് പറഞ്ഞേ ഹല്ലേലൂയ, 2 കരത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയെ കുമ്പസാരിപ്പിച്ചു. ഒരു സ്ത്രീയെ കുമ്പസാരിപ്പിച്ചു. കുമ്പസാരിച്ചു കഴിഞ്ഞാൽ, കുമ്പസാരം നമുക്ക് ആരോടും വേണമെങ്കിലും പറയാമല്ലോ. അപ്പൊ അത് കുമ്പസാരം അച്ഛൻ പറയുന്ന കാര്യമല്ല പറയുന്നത്. ആ സ്ത്രീ പോയി ഒരു ആളോട് എന്ന് പറഞ്ഞു, അച്ഛൻ എന്നോട് പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് കുമ്പസാരിക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു നെഗറ്റീവ് സെൻസിലാണ് ഈ പറയുന്ന ആള് കേൾക്കുന്ന ആളോട് പറയുന്നത്. അച്ഛൻ ഡീറ്റെയിൽ ആയിട്ട്, ഞാൻ ആരോട് വന്നാലും കുമ്പസാരം ശരിയല്ല എന്ന് എനിക്ക്, ഈ കുമ്പസാരം അല്ലെങ്കിൽ അടുത്ത കുമ്പസാരം ദാറ്റ് ഷുഡ് ബി ഇൻ ഡീറ്റെയിൽ എന്ന് ഞാൻ പറയാറുണ്ട്, ആരോടും പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ആ വ്യക്തി പറഞ്ഞു. ഇത് കേട്ട ആൾ എന്നോട് പറഞ്ഞു, അതെ ആ പെൺകൊച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛൻ
ഇവിടെയുള്ള കാര്യമുള്ളൂ കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട. ഇവിടുത്തെ ഇടവേല വേറെ എവിടെയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട്, കാരണം എന്റെ ലക്ഷ്യം പാപമോചനം കിട്ടണമെങ്കിൽ അതെല്ലാം ഏറ്റു പറഞ്ഞ എത്രയേ ഉള്ളൂ. സഭയും അത് തന്നെ പറയുന്നത്. അതല്ലാതെ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേറൊരു കാര്യം പറഞ്ഞാൽ പാപമോചനം കിട്ടിയില്ല. അപ്പൊ അത് ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടും. അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇങ്ങനെ അച്ഛന്മാർക്ക് പണി കൊടുക്കാം കേട്ടോ. അടുത്തടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കരവത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ 1-2 സാഹചര്യങ്ങളിൽ നിന്ന് എനിക്കിവിടെ പുറത്തു പറയാൻ പറ്റിയില്ല. കഷ്ടി ഞാൻ രക്ഷപ്പെട്ട് പോന്ന ദൈവകൃപയാൽ, ദൈവത്തിന്റെ കൃപയുള്ളതുകൊണ്ട് അത് രക്ഷപ്പെട്ട് പോകുന്നതാണ്. സംസാരത്തിന് വേണ്ടി അത്രമാത്രം ത്യാഗം ചിലപ്പോൾ നമ്മൾ സഹിക്കേണ്ടി വരും. ഇരിക്കുന്നതും ഒരു ത്യാഗം, അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റൊരു ത്യാഗമായിട്ട് മാറും. കർത്താവ് ഇങ്ങനെ കുമ്പസാരത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അവിടെ മൊത്തം പ്രശ്നമായിരുന്നു. അപ്പൊ ഇന്നും അത് നടക്കുന്നുണ്ട്. ആര് കുമ്പസാരത്തെ പറ്റി പറഞ്ഞാൽ സിറ്റിൽ സംശയമാണ്. ഇത് നടക്കുവോ, ഇത് ക്ഷമിക്കപ്പെടുവോ, ഈ സംശയം ആദ്യം തന്നെ മാറണം. അതാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്, ഈശോയിൽ വിശ്വസിക്കണം. തിന്മയിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈശോയിൽ വിശ്വസിക്കണം. അപ്പൊ തളർവാദ രോഗിയുടെ ഈ തളർവാദം ശരിക്കും എന്തിന്റെ പ്രശ്നമാണ്? അവന് വെറുതെ ഇങ്ങനെ തളർവാദം വന്നതാണോ? അപ്പൊ ഈ തളർവാദം ഇത് വെറുതെ വന്നതല്ല, ഇത് തിന്മയുടെ ഒരു പരിണത ഫലമായിട്ട് വന്നൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈശോ പറയുന്നത് ഇവിടെ പാപമോചനം നടക്കണമെന്ന്. അതുകൊണ്ട് ഈശോ പറയുകയാണ്, ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ട്. അപ്പം ഇവിടെ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പാപങ്ങൾ ക്ഷമിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പാപങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ കർത്താവ് അവനോട് എഴുന്നേറ്റ് നടക്കാൻ പറയുമ്പം അവൻ സുഖമായിട്ട് ഈ കിടക്കയെടുത്ത് അവൻ നടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇതുപോലെ തൊടുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവ് നമ്മളെ തൊടണം, നമ്മുടെ കുടുംബങ്ങളെ തൊടണം, നമ്മുടെ മക്കളെ തൊടണം, നമ്മുടെ ഭർത്താവിനെ എല്ലാം തൊടുന്ന സമയങ്ങളായി മാറണം. അങ്ങനെ ഈശോ തൊട്ട് കഴിയുമ്പോൾ വലിയൊരു ആനന്ദം, ഹൃദയത്തിൽ വലിയൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും. ഇങ്ങനെ ഈശോ നൽകുന്ന ആനന്ദം ഹൃദയത്തിൽ ലഭിച്ചു കഴിയുമ്പോൾ തിന്മയെ എതിർത്ത് നിൽക്കുവാനും നന്മയിൽ ജീവിക്കുവാനും നമുക്ക് സാധിക്കും. ഇവിടെ ആ മനുഷ്യൻ കിടക്കയെടുത്ത് നടന്നു പോയപ്പോൾ ജനങ്ങൾ ആനന്ദിച്ചു എന്നല്ല വചനം പറയുന്നത്. ഇത് കണ്ട് ജനക്കൂട്ടം ഭയചകിതരായി എന്നാണ് വചനം പറയുന്നത്. അപ്പൊ ചില കാര്യങ്ങൾ ചിലരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു കൊടുക്കുമ്പോൾ അത് കണ്ട് എല്ലാവരും സന്തോഷിക്കുകയില്ല. ചിലർക്ക് അസൂയ തോന്നും അല്ലെ? ചില ആളുകൾക്ക് ചില അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളെല്ലാം അത്ര നല്ല ആളുകളാണെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. തൊട്ടടുത്തിരിക്കുന്നവരെയൊക്കെ സൂക്ഷിക്കണം. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നല്ല നന്മ കിട്ടുമ്പോൾ കുശുമ്പുള്ള ആൾക്കാർ നിങ്ങളല്ലായിരിക്കും കേട്ടോ. നിങ്ങൾ എല്ലാവരും നല്ല കൃപയിലുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം കൃപ അനുഗ്രഹിച്ചാൽ ദൈവം അങ്ങ് തിരഞ്ഞെടുത്ത് അങ്ങനെ അനുഗ്രഹിക്കും. അവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൊടുക്കും. ഇതുകൂട്ട് ജനക്കൂട്ടം ഭയചകിതരായി അവർ പറയുകയാണ്, മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ ഈശോയെ ആരായിട്ട് അവര് കണ്ടത്? ജനങ്ങൾ ആരായിട്ട് കണ്ടത്? മനുഷ്യനായിട്ട് കണ്ടത്. അപ്പൊ മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. മനുഷ്യന് ഈ അധികാരം ദൈവം നൽകാം എന്നുള്ളൊരു ചിന്ത അവിടെ ഇങ്ങനെ ഹിന്റ് അവിടെ ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. വചനം അവിടെ ചെറിയൊരു ഹിന്റ് തന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പൗരോഹിത്യത്തിന് അധികാരം നൽകപ്പെടാം എന്നൊരു സൂചന കൂടി ഇവിടെ ഇട്ടിട്ടാ പോകുന്നത്. അത് പിന്നീട് സുവിശേഷങ്ങൾ നിവൃത്തിയാകുന്നത് നമ്മൾ കാണുന്നു. നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുക. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ട് ഈശോയോട് നമ്മൾ ചേർക്കുമ്പോൾ വലിയ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറും. 2000 വർഷം മുമ്പ് ജീവിച്ചോ അതേപോലെ ഇന്നും ജീവിക്കുന്ന സാന്നിധ്യമായി നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാനും ദൈവസ്നേഹത്തിൽ നിറയാനും നമ്മളെല്ലാവരും ദൈവശക്തിയാൽ നിറഞ്ഞ് നമ്മുടെ ഉള്ളിൽ എല്ലാ ദുഃഖങ്ങളും ഈശോയുടെ സ്നേഹത്താൽ നമുക്ക് മറക്കാം. ദൈവം നമ്മളെ തൊട്ടവരായി നമുക്ക് മാറാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.